കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഒരു വ്യക്തിയെ തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ നിന്ന് മാത്രമല്ല, ഒരു തീയിൽ നിന്നാണ് വലിച്ചെടുത്തിരിക്കുന്നത്. ശെഖര്യാവിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു: സാത്താനെ, യഹോവ നിന്നെ ഭക്ഷിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭക്ഷിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ഇവിടെ തൻ്റെ പ്രവാചകന് എതിരായിട്ട് നിന്ന പൈശാചിക ശക്തിയെ ദൈവം ഭത്സിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വീണ്ടെടുത്ത നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ശോധനകളും പരിശോധനകളും വേദനകളും കണ്ണുനീരുകളും വരിക തന്നെ ചെയ്യും. അത് ഒരിക്കലും ഒരു മനുഷ്യനും ഒരു പൈശാചിക ശക്തി ഈ ലോകത്തിലുള്ളിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ മാറി മാറി എന്തെങ്കിലും വന്നുകൊണ്ടേ തന്നെ ഇരിക്കും. പക്ഷേ ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അതിൻ്റെ പ്രതിവിധി തേടി നാം വല്ല സ്ഥലങ്ങളിലോ ഒന്നും ഓടേണ്ട ആവശ്യമില്ല. അതിനു പുറമ്പെ നാം വീട്ടിലിരുന്ന് കണ്ണുനീരോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മക്കളുടെ മുമ്പിൽ തുറന്ന ഒരു ചെങ്കടൽ പോലെ, അല്ലെങ്കിൽ ഒരു ഇടിഞ്ഞു വീഴുന്ന ഒരു യെരിഹോ മതിൽ പോലെ, പിന്നിട്ട് പോയ ഒരു യോർദാനെ പോലെ, മരുഭൂമിയിൽ തൻ്റെ മക്കൾക്ക് കിട്ടിയ കാടപ്പക്ഷിയും മന്നയും പോലെ, പാറയിൽ നിന്ന് കിട്ടിയ വെള്ളം പോലെ. അപ്പോൾ ഇതേപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം വിചാരിക്കുന്നതിനും അപ്പുറമായി നടത്തുന്ന ദൈവത്തിൻ്റെ ആ വലിയ ശക്തി നമുക്ക് എതിരായി വരുന്ന എല്ലാ പാപ പോരാട്ടങ്ങളെയും എല്ലാ ശാപ പോരാട്ടങ്ങളെയും മാറ്റി നമ്മ അതിൽ നിന്ന് വീണ്ടെടുക്കും. അത് കർത്താവ് അതാണ് പറയുന്നത്, ഇത് തീയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതാണെന്ന്. ഒന്ന് മാത്രം നാം ചെയ്യണം: നമ്മുടെ മാനസാന്തര ജീവിതത്തിന് ഒരു കളങ്കം വരരുത്. ദൈവവചനം അനുസരിച്ച് നാം ജീവിക്കണം. അത് ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിയെത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ ഇതിൻ്റെ മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവേ, നിന്നെ ആശ്രയിച്ച് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ പലവിധമായ വീണ്ടും മനുഷ്യനായാലും പൈശാചിക ശക്തിയായാലും ലോകപ്രകാരമായിട്ടും കർത്താവെ രോഗമായിട്ടും പലവിധമായ പ്രശ്നങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, താങ്കൾ വിഴുന്നുപോയോ മാനസാന്തരം കെട്ടുപോയോ എന്ന് ഭയപ്പെടുന്നതല്ല, അതിനു മറിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവെ വിജയം നേടുവാനും നിൻ്റെ മക്കൾക്ക് കൃപ ചെയ്യണം. താങ്കൾ അനുഭവിച്ചെടുത്ത ആ ഒരു രക്ഷ കർത്താവ് തൻ്റെ മകളുടെ മരണം വരെയും കാത്തു സൂക്ഷിപ്പാനുള്ള കൃപ ഓരോരുത്തർക്കും നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനപ്രകാരം കർത്താവെ, ഞങ്ങൾക്ക് എതിരായിട്ട് പൈശാചിക ശക്തി നിന്നാൽ അവന് കർത്താവെ, നമ്മുടെ തീയിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിൻ്റെ ആ വലിയ കരം നമ്മോട് കൂടെ ഇരിക്കുമെന്ന് ഈ വചനം പറയുമ്പോൾ കർത്താവെ, നിൻ്റെ വചനത്തിൽ വിശ്വസിപ്പാനും കർത്താവെ അതിൽ തന്നെ ഉറച്ചു നിൽപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.